ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് നോക്കാൻ പോകുന്നത്, വ്യത്യാസങ്ങളാണ് നോക്കാൻ പോകുന്നത്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നത് ഹൃദയമിടിപ്പ് കൂട്ടല്, ബ്ലഡ് പ്രഷർ കൂട്ടല്, ബ്ലഡ് വെസൽസ് കൺസ്ട്രക്ട് ചെയ്യല് തുടങ്ങിയ ഫങ്ഷൻസ് ചെയ്യുന്ന ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇനി പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നത് ഹൃദയമിടിപ്പ് കുറക്കുക, ഇൻറ്റെസ്റ്റൈനൽ ആൻഡ് ഗ്ലാൻഡുലർ ആക്ടിവിറ്റീസ് കൂട്ടുക, സ്വിഞ്ചർ മസിൽസിനെ റിലാക്സ് ചെയ്യിക്കുക തുടങ്ങിയ ഫങ്ഷൻ ചെയ്യുന്ന ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇനി ഇതിന്റെ ഒറിജിൻ ആണ്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഒറിജിൻ ചെയ്യുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ക്രേനിയൽ, തൊറാസിക് ആൻഡ് ലംബാർ റീജിയണിൽ നിന്നാണ്. ഇനി പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഒറിജിൻ ചെയ്യുന്നത് ക്രേനിയൽ ആൻഡ് സാക്രൽ റീജിയൻ ഓഫ് ദി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നാണ്. ഇനി സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരീരത്തെ ഒരു ഇന്റൻസ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നതാണ്. അതേസമയത്ത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരീരത്തെ റിലാക്സ് ചെയ്യിക്കലാണ്. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ എനർജി ഫംഗ്ഷൻസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ആക്ഷൻ ഒരു ക്വിക്ക് റെസ്പോൺസും പാരാസിമ്പത്തറ്റിക്കിൻ്റെത് ഒരു സ്ലോ റെസ്പോൺസും ആണ്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ അടുത്തായിട്ട് ഗാംഗ്ലിയോൺസ് കാണും. അതേസമയത്ത് പാരാസിമ്പത്തറ്റിക്കിലാണെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഒരുപാട് ദൂരെയായിട്ടാണ് ഗാംഗ്ലിയോൺസ് കാണുന്നത്. ഇനി പ്രീ ഗാംഗ്ലിയോൺ ഫൈബേഴ്സ് ഷോർട്ട് ആയിരിക്കും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ, അതേസമയത്ത് പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ലോങ് ആയിരിക്കും പാരാസിമ്പത്തറ്റിക്കില്. ഇനി പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ലോങ് ആയിരിക്കും സിമ്പത്തറ്റിക്കില്, അതേസമയത്ത് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ഷോർട്ട് ആയിരിക്കും പാരാസിമ്പത്തറ്റിക്കില്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി എഴുതാം. ഓക്കെ, സിമ്പത്തറ്റിക്കില് ഒരുപാട് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് കാണാൻ സാധിക്കും. മറ്റേ പാരാസിമ്പത്തറ്റിക്കിലാണെങ്കിൽ വളരെ കുറച്ച് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ശരീരത്തിന്റെ വളരെ വലിയൊരു ഭാഗം കവർ ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് പാരാസിമ്പത്തറ്റിക് ആണെങ്കിൽ വളരെ കുഞ്ഞു ഭാഗം മാത്രമേ, വളരെ കുറച്ച് ഭാഗം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ടാർഗറ്റ് ഏരിയയിൽ ഒരു ഡിഫ്യൂസ്ഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആണെങ്കിൽ അതിന്റെ ടാർഗറ്റ് ഏരിയയിൽ ഒരു ലോക്കലൈസ്ഡ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലാണെങ്കിൽ എഫക്റ്ററിൽ നോർഡ്രിനാലിൻ റിലീസ് ചെയ്യും, പാരാസിമ്പത്തറ്റിക്കിലാണെങ്കിൽ അസിറ്റൈൽ കോളൈൻ റിലീസ് ചെയ്യും. സിമ്പത്തറ്റിക്കിലാണെങ്കിൽ ഒരു എക്സൈറ്റേറ്ററി ഹീമോസ്റ്റാറ്റിക് എഫക്റ്റ് ജനറേറ്റ് ചെയ്യും, മറ്റേ പാരാസിമ്പത്തറ്റിക്കിലാണെങ്കിൽ ഒരു ഇൻഹിബിറ്ററി ഹീമോസ്റ്റാറ്റിക് എഫക്റ്റ് ജനറേറ്റ് ചെയ്യും. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഹേർട്ട് ബീറ്റ്, മെറ്റബോളിക് റേറ്റ് ഒക്കെ കൂട്ടും, മറ്റേ പാരാസിമ്പത്തറ്റിക് ആണെങ്കിൽ ഹേർട്ട് ബീറ്റ്, മെറ്റബോളിക് റേറ്റ് ഒക്കെ കുറക്കും. സിമ്പത്തറ്റിക്കിലാണെങ്കിൽ ഇൻക്രീസ്ഡ് സെൻസറി അവയർനെസ് ഉണ്ടാകും, അല്ലെങ്കിൽ അത് കൂട്ടും. മറ്റേ പാരാസിമ്പത്തറ്റിക്കിലാണെങ്കിൽ അത് സെൻസറി അവയർനെസ് റിസ്റ്റോർ ചെയ്യും. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലാണെങ്കിൽ പ്യൂപ്പിൾസ് ഡയലേറ്റ് ചെയ്യും, പാരാസിമ്പത്തറ്റിക്കിലാണെങ്കിൽ പ്യൂപ്പിൾസ് സ്റ്റിമുലേറ്റ് ആകും. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലാണെങ്കിൽ സലൈവ സെക്രീഷൻ ഇൻഹിബിറ്റ് ചെയ്യും, പാരാസിമ്പത്തറ്റിക്കിൽ സലൈവ സെക്രീഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും. സിമ്പത്തറ്റിക്കിലാണെങ്കിൽ ബ്രോങ്കിയൽ ട്യൂബ്യൂൾസിനെ ഡയലേറ്റ് ചെയ്യിക്കും, മറ്റേ പാരാസിമ്പത്തറ്റിക്കിലാണെങ്കിൽ ബ്രോങ്കിയൽ ട്യൂബ്യൂൾസിനെ കൺസ്ട്രക്ട് ചെയ്യിക്കും. സിമ്പത്തറ്റിക് ആണെങ്കിൽ അഡ്രിനാലിൻ ഗ്ലാൻഡ് എന്ന് അഡ്രിനാലിൻ റിലീസ് ചെയ്യിക്കും, പക്ഷേ പാരാസിമ്പത്തറ്റിക്കിന് അഡ്രിനാലിൻ ഗ്ലാൻഡിൽ വലിയൊരു എഫക്റ്റ് ഒന്നും ഇല്ല. പിന്നെ ഇൻക്രീസ് ആക്ടിവിറ്റി ഓഫ് ദി ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് സിമ്പത്തറ്റിക് ചെയ്യുന്നത്, മറ്റേ പാരാസിമ്പത്തറ്റിക് ആണെങ്കിൽ ഡിക്രീസ് ദി ആക്ടിവിറ്റി ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. സോ ഗായ്സ്, ഇതൊക്കെയാണ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസങ്ങൾ. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ താങ്ക് യു, ബൈ, സീ യു, ടേക്ക് കെയർ, ഗുഡ് ലക്ക്.